പ്രിയതമനും മകനും വരുന്നതും കാത്ത് ഉമ്മു സുലൈം ഉമ്മറത്ത് നിൽക്കുകയാണ്. ദൂരെ നിന്നും വിളക്കിന്റെ വെട്ടത്തിൽ മകനും ഭർത്താവും വരുന്ന കാഴ്ച കണ്ടപ്പോൾ അവരുടെ മുഖം സന്തോഷത്തിന്റെ പ്രസരിപ്പിൽ ചുവന്നു. എന്നാൽ ഇരുവരും അടുത്തടുത്ത് വരുമ്പോഴാണ് അബൂ തുൽഹയും മകൻ അനസുമല്ലാതെ കൂടെ മറ്റൊരു വൃദ്ധനായ മനുഷ്യനെ കൂടെ അവർ കാണുന്നത്. ആ ഉമ്മാന്റെ ഹൃദയമിടിപ്പ് വേഗം കൂടുന്നു. ദിവസങ്ങളായി പുന്നാര മകന് വല്ലതും വിശപ്പടക്കാൻ നൽകിയിട്ട് ഇന്ന് അവന് മാത്രമുള്ള ഭക്ഷണം തരപ്പെടുത്തിയതാണ്. ഇന്നെങ്കിലും പുന്നാര മകന്റെ മുഖത്ത് വിശപ്പിന്റെ ദയനീയതയ്ക്ക് പകരം വിശപ്പടങ്ങിയ പുഞ്ചിരി കാണണമെന്ന് കൊതിച്ചതാണ്. വീടിന്റെ അകത്തേക്ക് സലാം പറഞ്ഞു കടന്നു വന്ന ഉടനെ തന്നെ ഉമ്മു സുലൈം ചോദിച്ചു, "ഓ തുൽഹ, ആരാണ് കൂടെയുള്ള ആ വൃദ്ധനായ മനുഷ്യൻ?" തുൽഹ മറുപടി നൽകി, "പ്രിയേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്വഹാബാക്കളോട് മുത്തുനബി പറഞ്ഞു, ഒരു യാത്രക്കാരനുണ്ട്, ആരാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഏറ്റെടുത്ത് കൂടെ കൂട്ടിയതാണ് ആ മനുഷ്യനെ." സുലൈം പൊട്ടിക്കരയാൻ തുടങ്ങി. തുൽഹ വിവരം തിരക്കി, "നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കാൻ കഴിയും എൻ്റെ പ്രിയനെ. എന്നാൽ നമ്മുടെ മകൻ വിശന്നുറങ്ങുന്നത് എത്ര നാളായെന്നോ. ഇന്ന് അവനു വേണ്ടി മാത്രം ഞാൻ ഒരൽപ്പം ഭക്ഷണം തരപ്പെടുത്തിയതാണ്." ഈ വാർത്ത കേട്ട് തുൽഹ കരയാൻ തുടങ്ങി. അങ്ങനെ നിസ്സഹായരായ ആ ദമ്പതികൾ പരസ്പരം മുഖാമുഖമിരുന്ന് നിറഞ്ഞൊഴുകിയ കണ്ണുകളുമായി പോംവഴിയെക്കുറിച്ച് ആലോചിക്കുന്നു. "ഓ തുൽഹ, എനിക്കൊരു വഴി തെളിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഭക്ഷണം എടുത്തിട്ട് 4 പേർക്കും അതിൻ്റെ ചുറ്റിലും ഇരിക്കാം. കഴിക്കാൻ ആരംഭിക്കുന്ന സമയം നമ്മുടെ മകൻ അനസിനോട് വിളക്കണയ്ക്കാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും നിർദ്ദേശം നൽകാം." തുൽഹ മകൻ അനസിനെ വിളിച്ചുകൊണ്ട് നിർദ്ദേശവും നൽകി. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന 11 വയസ്സുകാരൻ ഉമ്മാന്റെയും ഉപ്പാന്റെയും നിർദ്ദേശം അതേപോലെ അനുസരിക്കുന്നു. അതിഥി ഭക്ഷണം കഴിച്ചു പോയി. ആ കുടുംബം വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. സുബഹി ബാങ്കുലി പള്ളി മിനാരത്തിൽ നിന്നും ഉയരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ആ ഉണർത്തൽ കേട്ട് തുൽഹ എഴുന്നേറ്റു. ഭാര്യ സുലൈമിനെ ഉണർത്തുന്നു. നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നു. വിശന്നുറങ്ങുന്ന 11കാരൻ മകന്റെ അരികിൽ ആ ഉപ്പ പോയിരിക്കുന്നു. നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്നതിനായി കൂടെ വരാൻ ആവശ്യപ്പെടുന്നു. "ഉപ്പ, എനിക്ക് ഉണരാൻ കഴിയുന്നില്ല. എൻ്റെ കാലുകൾ അനങ്ങുന്നില്ല ഉപ്പ." തളർന്നു കിടക്കുന്ന മകനെ തൻ്റെ ചുമലിലെടുത്തുകൊണ്ട് ആ ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൊൽഹയെ തിരക്കുന്നു. "ഓ തൊൽഹ, നീ എവിടെയാണ്?" "ലബ്ബൈക യാ റസൂലല്ലാ, നിന്റെ ഇന്നലെ നടന്ന വിളക്കണച്ചുള്ള സൽക്കാരം ഇലാഹിന് നന്നായി ഇഷ്ടപ്പെട്ടു തുൽഹ. അതിഥിയെ സൽക്കരിച്ച് വിശന്നുറങ്ങുന്ന നിന്റെ വീട് കാണാൻ, നിങ്ങളെ കാണാൻ ഇന്നലെ മുതൽ ഇന്ന് സുബഹി വരെ മലക്കുകളുടെ തിരക്കായിരുന്നു തുൽഹ." റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊൽഹയെയും മകൻ അനസിനെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു, "ഇന്നലെ ജിബ്രീൽ വന്ന് ഖുർആനിന്റെ പുതിയ ആയത്തിറങ്ങിയ സന്തോഷം അറിയിച്ചിരിക്കുന്നു. അതൊരു വീടിനെ കുറിച്ചാണ് അബൂ തുൽഹ. അതൊരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ്. അത് നിങ്ങളെക്കുറിച്ചാണ്." രചന ഷാമിൽ ഇബ്രാഹിം. അവതരണം സാം ഷമീർ.